ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവൈക്യത്തിന്, ദൈവകൃപാ സ്വീകരണത്തിന്, അഭിഷേക ജീവിതത്തിന്, സ്വർഗോന്മുഖ ജീവിതത്തിന് വിഘാതമാകുന്ന കാര്യമാണ് പാപം. പാപത്തെക്കുറിച്ച് പലവിധത്തിലുള്ള നിർവചനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഡെഫിനിഷൻസ് കേട്ടിട്ടുണ്ട്. ദൈവകൽപ്പന ലംഘിക്കുന്നതാണ് പാപമെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്ന ഒരു ആശയം. ആ ഒരു ആശയത്തെ കൂടുതൽ വിപുലീകരിച്ച് ഞാൻ ഒരു നിർവചനം പാപത്തെക്കുറിച്ചൊന്ന് പറയട്ടെ. ആദ്യം തന്നെ, സൃഷ്ടാവും രക്ഷകനും സ്നേഹനിധിയുമായ സൃഷ്ടാവാണ്, അവിടുന്ന് രക്ഷകനാണ്, സ്നേഹനിധിയാണ്, കരുണാമയനാണ്. സൃഷ്ടാവും പരിപാലകനും സ്നേഹനിധിയും കരുണാമയനുമായ ദൈവത്തെയും ദൈവിക വെളിപാടുകളെയും അഥവാ ദൈവിക പ്രബോധനങ്ങളെയും ദൈവിക സമ്മാനങ്ങളെയും അഥവാ ദൈവാനുഗ്രഹങ്ങളെയും ദൈവിക സംവിധാനങ്ങളെയും ഉപേക്ഷിച്ച് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമായി വരുന്ന നുണയനും നുണയുടെ പിതാവും കൊലപാതകിയുമായ സാത്താനെയും അവൻ്റെ സമ്മാനങ്ങളെയും അവൻ തരുന്ന സൗഭാഗ്യങ്ങളെയും അവൻ ഒരുക്കി വച്ചിരിക്കുന്ന സംവിധാനങ്ങളെയും സ്വീകരിക്കുന്നതാണ് പാപം. അല്പം നീളം കൂടിയ ഒരു നിർവചനമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെ അല്പസമയമെടുത്ത് വിശദീകരിച്ച് പറഞ്ഞു തരണം. ദൈവാനുഗ്രഹം പ്രാപിക്കാനുള്ള, ദൈവകൃപ സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ തടസ്സമാണ് പാപം. അപ്പോൾ പാപം എന്താണെന്ന് പറയണമെങ്കിൽ, അതിൻ്റെ കൂടുതൽ ആഴത്തിലുള്ള ഉൾക്കാഴ്ചയിലേക്ക് വരണമെങ്കിൽ ഈ ഒരു നിർവചനം ഒന്ന് പഠിക്കണം. ആദ്യം തന്നെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. സൃഷ്ടാവാണ്, രക്ഷകനാണ്, പരിപാലകനാണ്, സ്നേഹനിധിയാണ്, കരുണാമയനാണ് ദൈവം. ദൈവ സൃഷ്ടാവാണ്, രക്ഷകനാണ്, പരിപാലകനാണ്, കരുണാമയനാണ്, സ്നേഹനിധിയാണ്. അങ്ങനെയുള്ള ദൈവത്തെ മാത്രമല്ല, ദൈവത്തെ ഉപേക്ഷിച്ചത് മാത്രമല്ല പാപം. അടുത്തത് ദൈവിക വെളിപാടുകളെ, പ്രബോധനങ്ങളെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കത്തോലിക്ക സഭ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന 73 പുസ്തകങ്ങളുള്ള ഈ വേദപുസ്തകം, ബൈബിൾ, ഈ വിശുദ്ധ ഗ്രന്ഥം, ഈ വിശുദ്ധ ഗ്രന്ഥത്തെ ദൈവത്തെ ഉപേക്ഷിക്കുന്നില്ല എന്ന് പറയുന്നവർ ഈ ദൈവവചന ഗ്രന്ഥത്തെ ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കണം. ദൈവത്തെ സ്വീകരിച്ചവർ ദൈവത്തിൻ്റെ വെളിപാടുകൾ ഔദ്യോഗികമായി ആത്മീയ തിരുസഭാ സംവിധാനത്തിലൂടെ നൽകപ്പെട്ട ദൈവവചന ഗ്രന്ഥത്തെയും സ്വീകരിക്കണം. ദൈവത്തിൻ്റെ തിരുഹിതം വെളിപ്പെടുത്തപ്പെട്ട, ദൈവിക പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന, ദൈവിക പദ്ധതി പ്രകാരം ജീവിച്ചവരുടെയും അങ്ങനെ അല്ലാതെ ജീവിച്ച് നശിച്ചവരുടെയൊക്കെ ചരിത്രങ്ങളുടെ വിവരണങ്ങളടങ്ങുന്ന, അതിൻ്റെ വ്യാഖ്യാനങ്ങളടങ്ങുന്ന ഈ വേദപുസ്തകത്തെ ദൈവിക പ്രബോധനങ്ങളുടെ ആധികാരിക രേഖയായി നമ്മൾ അംഗീകരിച്ച് സ്വീകരിക്കണം. അപ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കുന്നു. ഏത് ദൈവത്തെ? സൃഷ്ടാവായ ദൈവം, പരിപാലകനായ ദൈവം, രക്ഷകനായ ദൈവം, സ്നേഹനിധിയായ ദൈവം, കരുണാമയനായ ദൈവത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു. അടുത്തത് ആ ദൈവം നൽകിയ വെളിപാടുകളെ, അതിലൂടെ വന്നിരിക്കുന്ന പ്രബോധനങ്ങളെ. അവിടെ രണ്ട് കാര്യം ഓർക്കണം. ഒന്ന്, ഈ വെളിപാട് ഗ്രന്ഥമായ ബൈബിൾ, വിശുദ്ധ ബൈബിൾ, അതിനെ വ്യാഖ്യാനിക്കാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന വ്യക്തികളിലൂടെ വേണം വ്യാഖ്യാനം സ്വീകരിക്കാൻ. അടുത്ത കാലത്തായിട്ട് ഈ വചന വ്യാഖ്യാന മേഖലയിൽ ഒത്തിരി തർക്കങ്ങളും അതുപോലെ പ്രബോധനപരമായിട്ടുള്ള കൺഫ്യൂഷൻസൊക്കെ കാണപ്പെടുന്നുണ്ട്. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്, സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന 2000 വർഷം പഴക്കമുള്ള സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രബോധനങ്ങളോട് ചേർന്ന് പോകുന്ന, ആദിമസഭയിൽ അപ്പസ്തോലന്മാരുടെ കാലഘട്ടം കഴിഞ്ഞു വന്ന സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളോട് ചേർന്ന് പോകുന്ന, സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള കൂട്ടായ്മകളിൽ
ചർച്ച ചെയ്ത് പ്രാർത്ഥിച്ച് പ്രബോധനം നൽകിയിട്ടുള്ള ദൈവിക പ്രബോധനങ്ങളുടെ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒരാൾക്കൊരു പ്രഭാതത്തിൽ പുതിയൊരു ഉൾക്കാഴ്ച കിട്ടി, അത് നിലവിലിരിക്കുന്ന ദൈവിക വെളിപാടിൻ്റെ വെളിച്ചമില്ലാത്തതാണെങ്കിൽ, നിലവിലിരിക്കുന്ന ദൈവിക വചന വ്യാഖ്യാനത്തിൻ്റെ അല്ലെങ്കിൽ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിൻ്റെ അഭാവമുള്ളതാണെങ്കിൽ അതിന് പിന്നാലെ പോകരുത്. എത്ര ആകർഷകത്വമുള്ളതാണെങ്കിലും പോകരുത്. അങ്ങനെ ആരുടെയെങ്കിലും പ്രബോധനങ്ങൾ അങ്ങനെയുള്ളതാണെന്നല്ല ഞാനീ പറയുന്നത്. പലരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യം, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില പ്രബോധനങ്ങൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ വരുന്നുണ്ടല്ലോ. കുറച്ച് സത്യമാണ് താനും. ഒരാൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, മറ്റൊരാൾ അങ്ങനെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യം നിങ്ങൾ കൺഫ്യൂഷൻ വരരുതെന്നുള്ളതുകൊണ്ടാണ് ഞാൻ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭയുടെ പ്രബോധനമായി കൂട്ടിച്ചേർത്ത് പറയുന്നത്. ഇനിയുള്ള ക്ലാസ്സുകൾ ഞാൻ കൂടുതൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥവുമായിട്ട് കൂട്ടിച്ചേർത്ത് ഇനി അടുത്ത കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ദൈവിക വെളിപാടുകൾ, ആദ്യ മാതാപിതാക്കൾക്ക് ദൈവം ഒരു വെളിപാട് കൊടുത്തു. എന്തായിരുന്നു? ആദ്യത്തെ ദൈവകൽപ്പന 10 കൽപ്പനയല്ല, ആദ്യത്തെ ദൈവകൽപ്പന ഉൽപ്പത്തി 2:16-17 ആയിരുന്നു. തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിക്കരുത്. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം തിന്നരുത്, തിന്നു ദിവസം നീ മരിക്കും. ഈ ഉൽപ്പത്തി 2:16-17 ആയിരുന്നു ആദ്യത്തെ ദൈവകൽപ്പന, ദൈവിക വെളിപാട്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ എങ്ങനെയാണ് വന്നത്? ഈ ദൈവിക വെളിപാടിൻ്റെ മുമ്പിൽ എങ്ങനെയാണ് ഹൗവ വീണുപോയത് ആദ്യം, പിന്നെ ആദം വീണുപോയത്? ആദ്യ മാതാപിതാക്കളുടെ വീഴ്ച പോലും മാനവരാശിക്ക് മുഴുവൻ ദുരന്തം ഉണ്ടായത് അതിൻ്റെ ഒരു വെളിച്ചത്തിലേക്ക് വരികയാണ്. ദൈവിക വെളിപാട്, അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ക്ലാസ്സുകൾ പറഞ്ഞുകൊള്ളാം. പക്ഷേ ഈ നിർവചനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നിട്ട് അങ്ങോട്ട് പോയാലേ ശരിയാവുള്ളൂ. സ്രഷ്ടാവും പരിപാലകനും സ്നേഹനിധിയും രക്ഷകനും കരുണാമയനുമായ ദൈവത്തെ, അടുത്തത് ദൈവിക പ്രബോധനങ്ങളെ, മൂന്നാമതായി ദൈവിക സംവിധാനങ്ങളെ. ഏറ്റവും വലിയ ദൈവിക സംവിധാനം നമ്മെ സംബന്ധിച്ചിടത്തോളം തിരുസഭയാണ്. രണ്ടാമത്തെ ദൈവിക സംവിധാനം കുടുംബമാണ്. ഇങ്ങനെയുള്ള ദൈവിക സംവിധാനങ്ങളെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു വിൻസെൻഷൻ സഭാംഗമാണ്. എനിക്ക് തിരുസഭയാകുന്ന ദൈവിക സംവിധാനത്തോടും കുടുംബമാകുന്ന ദൈവിക സംവിധാനത്തോട് ചേർന്ന് ദൈവം തന്ന മറ്റൊരു സംവിധാനമാണ് എൻ്റെ വിൻസെൻഷൻ സന്യാസ സഭാ സംവിധാനം. ആ കൂട്ടായ്മയിൽ സജീവമായി ആത്മാർത്ഥതയോടെ എല്ലാവരുമായി ഐക്യത്തിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിലേ എനിക്ക് ദൈവൈക്യത്തിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ചില സമർപ്പിതരായിട്ടുള്ള വ്യക്തികൾ ആ സന്യാസ കൂട്ടായ്മയുടെ സംവിധാനത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിക്കും. അതിലൂടെ കിട്ടിയ ഒരു ജീവിതത്തിൻ്റെ നേട്ടത്തിൻ്റെ വഴികളിൽ അവിടുന്ന് ഇവിടുന്നും എനിക്ക് വേണ്ടി എൻ്റേതെന്നും പറഞ്ഞ് കുറച്ചൊക്കെ ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് സഭയുടെ നിയമങ്ങളെ ലംഘിച്ച് സഭാ സംവിധാനങ്ങളെ മുഴുവൻ തകർക്കുന്ന പാപത്തിലേക്ക് പോയിട്ട് എല്ലാവരെയും കുറ്റപ്പെടുത്തും. എന്നിട്ട് സഭയുടെ അധികാരികളെ ചോദ്യം ചെയ്യും. എന്നിട്ട് എല്ലാവരുടെ മേൽ കരിവാരിത്തേക്കും. അങ്ങനെ ചെളിവാരി എറിയുന്ന അവസ്ഥ എന്തുകൊണ്ട് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ദൈവത്തെ സ്വീകരിച്ചവർ ദൈവിക സംവിധാനങ്ങളെ സ്വീകരിക്കണമെന്നുള്ള ദൈവകൽപ്പന അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്താനല്ല പറയുന്നത്, ഞാൻ അവരെ ചെളിവാരി എറിയാൻ വേണ്ടി പറയുന്നതല്ല. എന്തുകൊണ്ടെന്ന് ഈ ഒരു ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, അതെന്താണെന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഉള്ള ഉത്തരവാണ് ഞാനീ പറയുക. ആ ഉത്തരവ് ആൾക്കൊക്കെ കേട്ട് മനസ്സിലാകുന്നുണ്ട്, അവർ ഉൾക്കൊള്ളട്ടെ. ദൈവിക സംവിധാനങ്ങളെ ദൈവത്തെ പോലെ നമ്മൾ സ്വീകരിക്കണം. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ആ ദൈവം തന്ന ദൈവിക വെളിപാടുകളെ എത്ര ഹൃദയം തുറന്ന് സ്വീകരിക്കണം, അതേ സുതാര്യതയോടെയും ആത്മാർത്ഥതയോടെയും അഭിഷേകത്തോടെയും ദൈവിക സംവിധാനങ്ങളെ സ്വീകരിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കണം. സഭയുടെ സംവിധാനമുണ്ട്. രണ്ടാമതായിട്ട് കുടുംബ സംവിധാനമുണ്ട്. തിരുസഭാ കൂട്ടായ്മ, കുടുംബ കൂട്ടായ്മ. മൂന്നാമത്തേത് ഞങ്ങളെപ്പോലുള്ള സന്യാസരെ സംബന്ധിച്ചിടത്തോളം സന്യാസ കൂട്ടായ്മ. ഇടവക രൂപത വൈദികർക്ക് ആ രൂപത കൂട്ടായ്മ, അവിടുത്തെ തലവനാണ് അഭിവന്ദ്യ പിതാവ്. വൈദികരെല്ലാവരും കൂടി ചേരുന്നു. അവർ അങ്ങനെ ഒരു കൂട്ടായ്മയിൽ അഭിവന്ദ്യ പിതാവ് മാർപ്പാപ്പയൊക്കെ ആയിട്ടുള്ള നല്ല ബന്ധത്തിൽ കഴിഞ്ഞാലേ ഈ ഇടവക വൈദികർക്ക് ഈ ആടുകളെ മേയ്ക്കാൻ
വിശ്വാസികളെ നയിക്കാൻ അവർക്ക് പറ്റുള്ളൂ, യോഗ്യത കിട്ടുള്ളൂ. അഭിവന്യ പിതാവിനെ ധിക്കരിച്ച് പിതാവിൻ്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം കാര്യങ്ങളെ ഇടവകെ നടത്തുന്ന ഒരു വികാരിയച്ഛനെ ഞാനൊരിക്കൽ കണ്ടുമുട്ടി. അച്ഛൻ വളരെ ഘോരം പിതാവിനെതിരായിട്ടും സംവിധാനത്തിനെതിരായിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഞാൻ ചോദിച്ചു, അച്ഛൻ്റെ ഇടവകയിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്? അവർക്ക് എന്നെ അറിയാം, ഞാൻ പറയുന്നത് സത്യമായതുകൊണ്ട് അവരാരും എതിർക്കുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഉള്ളിലൊരു ഭയം വന്ന് കയറി. പരിശുദ്ധാത്മാ തന്ന ഭയമായിരുന്നു. എത്ര കാലം അവർ മിണ്ടാതിരിക്കും? എത്ര കാലം അവർ ഈ അനുസരണക്കേടിനെ, ധിക്കാരത്തെ ന്യായീകരിക്കാൻ അച്ഛനെ അനുവദിക്കും എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. പ്രിയപ്പെട്ടവർ, ആ ചിന്ത പരിശുദ്ധാത്മാ തന്നായിരുന്നു എനിക്ക് ബോധ്യപ്പെട്ടത് 3 ആഴ്ച കഴിഞ്ഞ്. ഞാനൊരു വാർത്ത കേട്ടു. മറ്റൊരവസരത്തിൽ ഈ അച്ഛൻ ഈ അഭിവന്യ പിതാവിനെ അനുസരിക്കാതെ, സഭയുടെ നിർദ്ദേശത്തെ അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം ചെയ്തപ്പം ഇടവക്കാരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി അച്ഛനെ തള്ളിപ്പറഞ്ഞു. ഞാൻ കൂടുതൽ പറയുന്നില്ല. വലിയ സ്കാൻഡൽ, ഇടർച്ചയുണ്ടാകുന്ന ഒരു ദുരന്തം അവിടെ ഉണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ അച്ഛനെ തപ്പി കണ്ടുപിടിച്ചു. അച്ഛനൊരിടത്തുണ്ടായിരുന്നു. ഞാൻ അച്ഛനെ കണ്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ എൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, അന്ന് ഞാൻ അച്ഛനോട് വീരവാദം മുഴക്കി, പക്ഷെ ഞാൻ അറിഞ്ഞില്ല അച്ഛാ. ഞാൻ ചോദിച്ചു, അച്ഛൻ ഈ ബോധ്യം അങ്ങനെ കിട്ടിയെന്ന് പിന്നീട് ചോദിച്ചു പറഞ്ഞു. ഞാൻ ഒരാഴ്ച ധ്യാനിക്കുകയായിരുന്നു, ഒരു സ്ഥലത്ത് ധ്യാനിക്കുകയായിരുന്നു. അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഉൾക്കാഴ്ചയാണ്. ഞാൻ എൻ്റെ അഭിവന്യ പിതാവിന്, മെത്രാന് തെറ്റുപറ്റിയതാണെങ്കിൽ പോലും, അല്ലെ എൻ്റെ അധികാരികൾക്ക് തെറ്റുപറ്റിയതാണെങ്കിൽ പോലും അനുസരിക്കാൻ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അനുസരിക്കാതെ ധിക്കാരമാണ് ഞാൻ തുടർന്നത്. യെശയ്യായുടെ പുസ്തകം 1-ാം അധ്യായത്തിലെ ആ വചനം വളരെ ശക്തമായൊരു വചനമാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അനുസരിക്കാതെ ധിക്കാരമാണ് തുടരുന്നതെങ്കിൽ, അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ ഐശ്വര്യം അനുഭവിക്കുക. എന്താ ഐശ്വര്യം? ഈശ്വരീയതയാണ് ഐശ്വര്യം, ദൈവികത. ആ ദൈവികതയിലൂടെ കിട്ടുന്ന സമൃദ്ധിയൊക്കെ അതിൻ്റെ ഭാഗമായിരിക്കാം. അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ഐശ്വര്യം അനുഭവിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയാകും. വെട്ടിക്കൊല്ലുന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. വചനമാകുന്ന വാള് നിന്നെ വിധിക്കും. വചനവാള നീ വിധിക്കപ്പെടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഈ വചനമൊക്കെ അച്ഛൻ അന്ന് പറഞ്ഞു കൊടുത്തു പറഞ്ഞാൽ എന്നെക്കാൾ അല്പം പ്രായം കുറഞ്ഞ ആളായതുകൊണ്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാം. കൂടിയ ആളാണേലും പറയാമെങ്കിലും, പ്രബോധനാധികാരം ഉപയോഗിച്ച് പറയാമെങ്കിലും, ആ അവസരത്തിൽ എന്നെക്കാളും പ്രായം കുറഞ്ഞ ആൾ, 2-3 വയസ്സും പ്രായം ഇളയതായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റി. എന്നോട് അദ്ദേഹത്തിന് സ്നേഹം ഉണ്ടായിരുന്നു, ബഹുമാനം ഉണ്ടായിരുന്നുകൊണ്ട്, ഒരു ബന്ധം ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹത്തോട് പറയാൻ സ്വാതന്ത്ര്യം കിട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു. അതായത് സഭയിൽ കാണുന്ന പലവിധത്തിലുള്ള പ്രശ്നങ്ങളെ കാരണം ഈ പാപം തന്നെയാണ്. പാപം തന്നെയാണ് അതിന് കാരണം. അഭിവന്യ മെത്രാൻ്റെ എടുത്ത തീരുമാനം അല്ല നടപടി, അതിനെ എതിർക്കേണ്ട വിധത്തിൽ എതിർക്കാൻ ഈ അച്ഛൻ അധികാരമുണ്ട്, അവകാശമുണ്ട്. പക്ഷേ അനുസരണക്കേട് കാണിക്കാൻ അച്ഛൻ അനുവാദമില്ല. അനുസരണക്കേട് കാണിക്കാൻ, ധിക്കാരം കാണിക്കാൻ അച്ഛൻ അനുവാദമില്ല, കന്യാസ്ത്രീക്ക് അനുവാദമില്ല, അൽമാർക്കും അനുവാദമില്ല, മെത്രാൻ അനുവാദമില്ല, മാർപ്പാപ്പയ്ക്ക് അനുവാദമില്ല, ആർക്കും അനുവാദമില്ല. അനുസരണക്കേടും ധിക്കാരവും പിശാചിൽ നിന്ന് വരുന്നതാണ്. ഇതാണ് ആദ്യ മാതാപിതാക്കൾക്ക് സംഭവിച്ചതും. അനുസരണക്കേടും ധിക്കാരവും എവിടെ വരുന്നുവോ അവിടെ പിശാചിന്റെ തേർവാഴ്ച നടക്കും. 2000 വർഷം പഴക്കമുള്ള സഭയുടെ ചരിത്രത്തിലെ അവിടെ ഇവിടെയും കാണുന്ന കറുത്ത പൊട്ടുകളുടെ കാരണം ഇതൊക്കെ തന്നെയാണ്. അനുസരണക്കേടും ധിക്കാരവും കാണിക്കുകയാണ്. അനുസരണത്തിനും അതുപോലെ ആ അനുസരണത്തിന്റെ പുണ്യത്തോട് ചേർന്ന് പോകുന്ന എല്ലാ സ്വർഗീയ നന്മകളും നഷ്ടപ്പെടുത്തി കളയുന്ന അവസ്ഥയിലേക്ക് ഒരു അനുസരണക്കേട് ധിക്കാരവും വന്നു കഴിഞ്ഞാൽ, അദ്ദേഹം അന്ന് എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അൽമായർ എന്നെ വട്ടം ചുറ്റി നിന്ന് വെള്ളം പോലും കുടിക്കാൻ അനുവദിക്കാതെ, ബാത്റൂമിൽ പോലും സമ്മതിക്കാതെ 2-3 മണിക്കൂർ എന്നെ തടഞ്ഞു വെച്ചപ്പോൾ, പോലീസ് വന്ന് എന്നെ അവിടെ നിന്ന് വിമോചിപ്പിക്കുമ്പോൾ എൻ്റെ BP ഒക്കെ കയറി, എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്, ആശുപത്രി നേരിട്ട് പോകേണ്ട അവസ്ഥ വന്നപ്പോഴൊക്കെ ഞാൻ ഉള്ളുകൊണ്ട് കരയുകയായിരുന്നു, പുറത്ത് കരഞ്ഞില്ല. ധൈര്യവാനായിട്ട് ഞാൻ അഭിനയിച്ചു. പക്ഷേ ഒരു നേഴ്സ് വന്ന് എനിക്ക് ഇഞ്ചക്ഷൻ തന്ന് ഞാനൊന്ന് മയങ്ങാൻ വേണ്ടി അനുവദിക്കുന്ന സമയത്ത്, ഡോക്ടർ പറഞ്ഞിട്ടാണ് മയങ്ങാൻ വേണ്ടി അനുവദിക്കുന്ന ആ സമയത്ത്, നേഴ്സ് ഒരു കന്യാസ്ത്രീ ആയിരുന്നു. ആ കന്യാസ്ത്രീയായ നേഴ്സ് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന വഴിക്ക് പറഞ്ഞു, ഈശോ മിശിഹ കുരിശ് ഏറ്റെടുക്കാൻ വേണ്ടി തലകുനിച്ചതുപോലെ അച്ഛൻ ഒന്ന് തലകുനിച്ച് ഈ സഹനത്തെ അങ്ങ് ഏറ്റെടുക്കുമ്പം അച്ഛനെ കർത്താവ് ഏറ്റെടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞു. ഞാനങ്ങ് മയങ്ങി. ആ ഇഞ്ചക്ഷന് ശേഷം ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം മുഴുവനും
ഞാനിങ്ങനെ കാണാൻ തുടങ്ങി. വിജയങ്ങളുടെ നീണ്ട പട്ടികയൊന്നും ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല. എൻ്റെ വിജയങ്ങളുടെ നീണ്ട പട്ടിക പരാജയങ്ങളുടെ അവിടെ ഇവിടെയുള്ള കറുത്ത പാടുകളിൽ മാഞ്ഞു പോവുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരച്ഛനെ കുറ്റപ്പെടുത്താനല്ല പറഞ്ഞ, ഒരുപക്ഷെ എൻ്റെ പ്രസംഗം അദ്ദേഹം കേൾക്കുന്നുണ്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ അനുവാദം മേടിച്ചിട്ടൊന്നുള്ളത് പറയാൻ. എങ്കിലും ഞാൻ പറയുകയാണ്, ഇവിടെ ആദ്യ മാതാപിതാക്കളുടെ മുമ്പിൽ ദൈവം ഒരു കൽപ്പന വെച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും പഴങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക, പക്ഷേ നന്മ തിന്മകൾ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിക്കരുത്. വിലക്കപ്പെട്ട കനി, അത് സാത്താനിന്ന് കിട്ടുന്നതാണ്. ആ വിലക്കപ്പെട്ട കനി, ആ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കരുതെന്നുള്ള ആദ്യത്തെ ദൈവ കൽപ്പന, ദൈവത്തിൻ്റെ പ്രമാണം ഈ ആദ്യ മാതാപിതാക്കളിലുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആദിയിൽ അങ്ങനെ ഒരു കൽപ്പന കിട്ടി. ആദ്യ മാതാപിതാക്കളുടെ വീഴ്ച എവിടെ ആരംഭിച്ചു? 2 വിശുദ്ധ കൂട്ടായ്മകളെ അവര് ഉപേക്ഷിച്ചപ്പം, പ്രത്യേകിച്ച് ഹവ്വ ഉപേക്ഷിച്ചപ്പോൾ സംഭവിച്ചത് 2 വിശുദ്ധ കൂട്ടായ്മകൾ. ഒന്ന് കുടുംബ കൂട്ടായ്മ, മറ്റൊന്ന് ദൈവ കൂട്ടായ്മ. ഏതാ ദൈവ കൂട്ടായ്മ? ജീവന്റെ വൃക്ഷം. ജീവന്റെ വൃക്ഷം അവിടെയുണ്ട്. അത് ഈശോ തന്നെയാണ്. ഈശോ ആകുന്ന ജീവന്റെ വൃക്ഷത്തോട് ചേർന്നിരുന്നിരുന്നെങ്കിൽ ഈ വിലക്കപ്പെട്ട കനിയുടെ വൃക്ഷമായ നന്മതന്മകൾ അറിവിന്റെ വൃക്ഷത്തിന്റെ അടുത്തേക്ക് പോവില്ലായിരുന്നു. 2, ഈ ഹവ്വ പോയി ഈ ജീവന്റെ വൃക്ഷത്തെ ഉപേക്ഷിച്ച് നന്മതന്മകൾ അറിവിന്റെ വൃക്ഷം ആ സാത്താന്റെ അടുത്തേക്ക് പോകുമ്പോൾ കൂടെ ഒരാളില്ല, ആദമില്ല. കാരണം ഇവരുടെ സംഭാഷണത്തിൽ ആദം അതിനില്ല. അതിൻ്റെ അർത്ഥം ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കാണ്, സാത്താനും ഹവ്വയും. അപ്പൊ സാത്താനും ഹവ്വയും തമ്മിലുള്ള സംഭാഷണത്തിലേക്ക് പോയപ്പം അവർക്ക് 2 വിശുദ്ധ കൂട്ടായ്മകളാണ് പോയത്, കുടുംബ കൂട്ടായ്മയും ദൈവ കൂട്ടായ്മയും. ഞാൻ ഓർക്കുകയാണ്, ഇന്ന് ആത്മീയ ജീവിതം തകർന്നു പോയവര് അഭിഷിക്തരും സമർപ്പിതരും, കുടുംബജീവിതം തകർന്നു പോയ അൽമായരും പരാജയപ്പെട്ടിട്ടുള്ളതെല്ലാം തന്നെ ഈ 2 വിശുദ്ധ കൂട്ടായ്മകൾ വെടിഞ്ഞപ്പോഴാണ്. ഒന്നെങ്കിൽ ദൈവ കൂട്ടായ്മ, അല്ലെങ്കിൽ കുടുംബ കൂട്ടായ്മ. ഞാനൊരു പുരോഹിതനായിരിക്കുന്ന തിരുസഭയിലാണ്. ആ തിരുസഭയിൽ ഒരു സന്യാസ സഭാ സമൂഹത്തിലെ അംഗമാണ് ഞാൻ, വിൻസെൻഷ്യൽ സഭ. ഇതാണ് എൻ്റെ കുടുംബം. അല്ലാതെ എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളല്ല എൻ്റെ കുടുംബം. ഒരു കന്യാസ്ത്രീക്കും അങ്ങനെ തന്നെ. അവരുടെ സഹോദരങ്ങളോ മാതാപിതാക്കളോ അല്ല അവരുടെ കുടുംബം. ഇനി വ്രതവാഗ്ദാനത്തോടെ ഒരു സന്യാസിനി ഒരു സന്യാസ കുടുംബത്തിലെ അംഗമായി തീർന്നിരിക്കുക. അതിസ്വാഭാവികമായൊരു കുടുംബ സംവിധാനത്തിലേക്ക് അവർ വന്നിരിക്കുക. അവിടെ സാധാരണയുള്ള ദൈവം അനുവദിച്ചിരിക്കുന്ന കുടുംബജീവിതക്കാരുടെ ജീവിതചര്യകളോ ക്രമങ്ങളോ അല്ല അവിടെയുള്ളത്, ശൈലികളുമല്ല, മറ്റൊരു ശൈലിയായി. അവിടേക്കാണ് വ്രതങ്ങൾക്കൊക്കെ അർത്ഥം വരുന്നത്, ബ്രഹ്മചര്യത്തിനും അനുസരണത്തിനും ദാരിദ്ര്യത്തിനൊക്കെ അർത്ഥം വരുന്നത് അവിടെയാണ്. അപ്പൊ അവിടെ ഒരു പുതിയ കൂട്ടായ്മയിലേക്ക് വന്നു. ഈ കുടുംബ കൂട്ടായ്മ എവിടെ വെടിയുന്നുവോ സന്യാസ സഭയുടെ നിയമങ്ങൾ അനുസരിച്ചില്ല. എനിക്ക് തോന്നിയ രീതി ഞാൻ പണം ചെലവഴിക്കും, ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന പണം എനിക്ക് എൻ്റെ സൗകര്യത്തിന് വേണ്ടി വിനിയോഗിക്കുമെന്ന് ഏതൊരു സന്യാസിനി ഏതൊരു പുരോഹിതൻ പറയുന്നുണ്ടോ അവിടെ തുടങ്ങി ആ കുടുംബ സംവിധാനത്തിന്റെ തകർച്ചയുടെ കാരണം. കുടുംബ സംവിധാനം ഇവിടെ സന്യാസ സഭാ കുടുംബത്തിലവര് അവിടെ പൊതു നിയമങ്ങളുണ്ട്. ഇതിനൊക്കെ എതിരെ മാധ്യമങ്ങളൊക്കെ പല ചർച്ചകൾ വരുമ്പോൾ അങ്ങനെയൊക്കെ അനുസരണക്കേട് കാണിക്കുന്നവരെ ന്യായീകരിച്ചുകൊണ്ട് പ്രമുഖരൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഈ സംസാരിക്കുന്ന ഈ മാധ്യമങ്ങളിൽ നിയമങ്ങളില്ലേ, ആ മാധ്യമ സംവിധാനത്തിൽ നിയമങ്ങളില്ലേ, അവിടെ നിയമം അനുസരിക്കാത്തവരെ അവരുടെ സ്വേച്ഛ അനുസരിച്ച് സ്വന്തം ഇഷ്ടം അനുസരിച്ച് വ്യാപരിക്കാൻ ഈ മാധ്യമ സമൂഹങ്ങൾ തയ്യാറാകുമോ? ഈ സ്ഥാപനങ്ങൾ തയ്യാറാകുമോ? ആ സ്ഥാപനത്തിന്റെ ചട്ടക്കൂടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ ചട്ടക്കൂടിനെ പൊളിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നവരെ അവർ അനുവദിച്ചു കൊടുക്കുമോ? അതൊന്നും സമ്മതിക്കാൻ പറ്റില്ലാത്തവര് സന്യാസ സഭാ സമൂഹത്തിന്റെ സംവിധാനങ്ങളെ തകർക്കുന്ന, സഭയുടെ സംവിധാനങ്ങളെ തകർക്കുന്നവരുടെ അനുസരണക്കേടിനെയൊക്കെ ന്യായീകരിച്ച് പുണ്യം പറയും. ഞാൻ ആരെയെങ്കിലും കുറ്റപ്പെടുത്തി ആരെയെങ്കിലും ന്യായീകരിച്ച് പറയാൻ വേണ്ടി അല്ല പറയുക, ഒരു പൊതു തത്വം പറയുകയാണ്. നമ്മളൊക്കെ ഒന്നും കൂടി ഒന്ന് ആലോചിക്കേണ്ട ഒരു മേഖലയല്ലേ അത്. പ്രമുഖരാണ് പലരും ഇങ്ങനെ ഒരു ധിക്കാരത്തിന് NOC കൊടുക്കുക, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. ധിക്കാരത്തിന് ആദ്യ മാതാപിതാക്കൾ വിശുദ്ധ കുടുംബ കൂട്ടായ്മ വിട്ട് ദൈവ കൂട്ടായ്മ വിട്ടിട്ട് സാത്താന്റെ കൂട്ടായ്മയിലേക്ക് പോയതാണ് ആദ്യ പാപത്തിന്റെ അടിസ്ഥാന കാരണം. ആദ്യ കൽപ്പന ലംഘനം അവിടെയാണ് സംഭവിച്ചത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കേണ്ട ഒരു വിഷയമായത്. ആദ്യ മാതാപിതാക്കളുടെ അധപതനത്തിന്റെ അടിസ്ഥാന കാരണം വേറെ എങ്ങും തേടണ്ട, ദൈവകൽപ്പന ലംഘനമായിരുന്നു. അത് എത്ര വ്യക്തമായിരുന്നു ആ കൽപ്പന. ജീവന്റെ വൃക്ഷമുണ്ട് അവിടെ, എല്ലാ തരത്തിലുള്ള പഴങ്ങൾ കായ്ക്കുന്ന. ഉൽപ്പത്തി പുസ്തകം
2-ാം അധ്യായത്തിൻ്റെ 8-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വൃക്ഷങ്ങളൊക്കെ അവിടെയുണ്ട്. ഉൽപ്പത്തി 2:8 മുതലുള്ള വചനങ്ങൾ പറഞ്ഞിരിക്കുന്ന വൃക്ഷങ്ങളൊക്കെ അവിടെയുണ്ട്. ഏതിലൊരു തോട്ടമുണ്ടാക്കി കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള, ഈ ലോകത്തിൽ സുരക്ഷിതമായും സുഖകരമായും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കാൻ ആവശ്യമായതെല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടും അതിനപ്പുറത്ത് അരുതാത്ത ഒരു വൃക്ഷം ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, അരുതാത്ത ഒരു കനി അതിലുണ്ട്, അതിലേക്ക് ആകർഷിക്കപ്പെടരുത്. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ട് ആകർഷണം ഉണ്ടായി? ഈ ദൈവ കൂട്ടായ്മ വിട്ടതുകൊണ്ട്. ദൈവ കൂട്ടായ്മയിൽ അല്ലാത്തവർക്ക് അരുതാത്തതിലേക്ക് ആകർഷണം വർദ്ധിക്കും. ദൈവ കൂട്ടായ്മയിൽ ഇരുന്നാലേ അരുതാത്തതിലേക്കുള്ള ആകർഷണത്തിൽ മോചനം പ്രാപിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് സംഭവിച്ചത്. ആകർഷണം ഉണ്ടാകുമ്പോൾ, ആഗ്രഹങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, അഭിനിവേശമായത് മാറിക്കഴിഞ്ഞാൽ ആർത്തിയോടെ ഞാൻ അതിലേക്ക് എടുത്തിയാടും. ഇവിടെയല്ല എല്ലാ പാപങ്ങളും സംഭവിക്കുക. എല്ലാ തരത്തിലുള്ള ദുരന്തങ്ങളുടെ കാരണം ഇവിടെ തന്നെയല്ല ഇരിക്കുന്നത്. അധികാരത്തിന് വേണ്ടി, ജഡിക സുഖത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒക്കെയുള്ള പരക്കം പാച്ചൽ നടത്തിയിട്ട് തകർന്നടിഞ്ഞു വീണ ജീവിതങ്ങളുടെ ചരിത്രം പഠിപ്പിക്കുന്ന അതൊക്കെ തന്നെയല്ലേ ആകർഷണം. അരുതാത്തതിലേക്ക് ആകർഷണം വരാൻ കാര്യം എന്താ? എൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചില്ല, എൻ്റെ മനസ്സിന് ഭാവനാ മേഖല നിയന്ത്രിച്ചില്ല, അതിനേക്കണ്ട ശ്രദ്ധ തിരിഞ്ഞു. അപ്പം ഞാൻ അതിൽ ആകർഷിക്കപ്പെട്ടു. പ്രലോഭകന്റെ പ്രലോഭനത്തിൽ വീണു പോകാൻ കാരണം അതിലേക്ക് ഞാൻ ആകർഷിക്കപ്പെട്ടതല്ലേ? പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെയുള്ള ആകർഷണത്തിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള ദുരന്തം, അത് നമ്മുടെ ഉള്ളിൽ ആഗ്രഹമായി വന്നു കഴിഞ്ഞാൽ, അഭിനിവേശമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആർത്തിയായി. ആർത്തി കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. അഭിനിവേശം ആർത്തിയിൽ എത്തിച്ചു കഴിഞ്ഞിട്ട് ആർത്തി നമ്മളെ വിഴുങ്ങിക്കളയും. പണത്തോടുള്ള ആർത്തി, സെക്സിനോടുള്ള ആർത്തി, മദ്യത്തോടുള്ള ആർത്തി, മയക്കുമരുന്നിനോടുള്ള ആർത്തി, ഭക്ഷണത്തോടുള്ള ആർത്തി, കസേരയ്ക്ക് വേണ്ടിയുള്ള, അധികാരത്തിന് വേണ്ടിയുള്ള ആർത്തി, ഏതെങ്കിലും വഴിയിലൂടെ കുതന്ത്രങ്ങളൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് കസേര നിലനിർത്താനോ കസേര പിടിച്ചു പറ്റാനുള്ള ശ്രമങ്ങൾ. ഒരാൾ, രാഷ്ട്രീയത്തിലൊരാൾ എന്നോട് പറയുകയാണ്, അയാളോട് കൗൺസിലിംഗ് നടത്തിയ ആൾ പറഞ്ഞു, പ്രതിയോഗിയെ തോൽപ്പിക്കാൻ വേണ്ടി ഈ പാപം ചെയ്തു. എന്താ പാപം എന്ന് പറഞ്ഞു. പ്രതിയോഗിയെ തോൽപ്പിക്കാൻ വേണ്ടി. ആദ്യം ആൾ തർക്കിച്ചു. ഭാര്യ അടുത്തിരുന്ന് പറഞ്ഞു, ചെയ്തച്ചാ, ഞാനതൊരു സാക്ഷിയാണ്. കാരണം അയാൾ പറഞ്ഞു, രാഷ്ട്രീയത്തിലാണെങ്കിൽ അധികാരമില്ലെങ്കിൽ ഒരു വിലയും കിട്ടില്ല. ഞാൻ ആർക്കെതിരെ ഈ നടപടി എടുത്തു, അയാൾ അധികാര കസേര വിടാനോ ഉപേക്ഷിക്കാനോ എനിക്ക് തരാനോ തയ്യാറല്ല. അപ്പോൾ ആ കസേര ഇരിക്കണോ എനിക്കൊരു ആഗ്രഹം തോന്നി. ഞാൻ രാഷ്ട്രീയക്കാരനല്ലേ, ദൈവം എന്നെ രാഷ്ട്രീയക്കാരനായിട്ടല്ലേ ഇവിടെ അവതരിപ്പിച്ചത്. ഞാൻ പറഞ്ഞു, ആര്? ദൈവം എന്നെ രാഷ്ട്രീയക്കാരനായി അവതരിപ്പിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരാകാൻ പാടുള്ളൂ. ദൈവം എന്നെ വൈദികനാക്കിയായിട്ട് മാറ്റിയതെങ്കിൽ ദൈവം പറഞ്ഞതുപോലെ വൈദികനായിരിക്കണം. ദൈവം എന്നെ സുവിശേഷ പ്രഘോഷകനാക്കിയെങ്കിൽ ദൈവം പറഞ്ഞതുപോലെയുള്ള സുവിശേഷ പ്രഘോഷകനായിരിക്കണം. എൻ്റെ തന്നിഷ്ടപ്രകാരം, അതിനാണ് നമ്മൾ തോന്നിയാസം എന്ന് പറഞ്ഞത്, അതൊക്കെ പ്രകാരം ഞാൻ വ്യാപരിച്ചിട്ട് ദൈവം എന്നെ രാഷ്ട്രീയക്കാരനാക്കിയെന്ന് പറയാൻ പാടില്ല. ഞാൻ ശാസനാപൂർവ്വം പറഞ്ഞത്, ഗൗരവത്തോടെ പറഞ്ഞു. അവിടെ എടുത്ത കുതന്ത്രം എന്തിനു വേണ്ടിയാ? കസേരയ്ക്ക് വേണ്ടി. ഈ ആർത്തി കയറി കഴിഞ്ഞപ്പോഴേക്ക് പാപ വഴിയിലൂടെ അയാളെ തോൽപ്പിച്ചു, അയാളെ പരാജയപ്പെടുത്തുന്നു നടപടി വന്നു. അത് എന്താണെന്ന് ഇപ്പം അറിയാനുള്ള ഒരു കൗതുകം നിങ്ങൾ ഉണ്ടാകുന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. 1-ാം പ്രമാണ ലംഘനമായി കൂടോത്രം ചെയ്തു ശത്രു സംഹാരത്തിനായിട്ട്. ചെറിയ തുകയൊന്നുമല്ല മുടക്കിയത്, വലിയ തുക മുടക്കി ശത്രു സംഹാര പൂജ നടത്തി, കൂടോത്രം നടത്തി. സത്യവിശ്വാസിയാണ് ചെയ്തത്, എതിരാളിയെ തോൽപ്പിക്കാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനിത് പറയുന്നതെന്നറിയോ? ഈ ആദിമാതാപിതാക്കളുടെ പാപത്തെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് വരുമ്പോൾ ദൈവിക സംവിധാനങ്ങളെ ദുരുപയോഗിച്ച, നഷ്ടപ്പെടുത്തി കളഞ്ഞ, അതുപോലെ ദൈവാനുഗ്രഹങ്ങളെ, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കണം. നമ്മൾ അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ധ്യാനിക്കാം. അതിനെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ ഒരു കാര്യം ഓർക്കണം. മഹാദുരന്തങ്ങളുടെ പരമ്പരകൾ നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്. ലോകമഹായുദ്ധം തുടങ്ങി എല്ലാ യുദ്ധങ്ങളുടെയും എല്ലാ വൻ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം ഈ അരുതാത്തലേക്കുള്ള ആകർഷണമാണ്. അരുതാത്തലേക്കുള്ള ആകർഷണം ഒരാഗ്രഹമായി മനസ്സിൽ കയറിയാൽ, ഒരു ആവേശമായി മനസ്സിൽ കയറിയാൽ, അഭിനിവേശമായി തീർന്നാൽ, ആർത്തി കയറി കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രിക്കാൻ പരിശുദ്ധാത്മാവിന് പറ്റില്ല. കാരണം ഈ ആർത്തി, അരുതാത്തലിന് വേണ്ടിയുള്ള ഒരു ആർത്തി മനസ്സിൽ കൊണ്ടുവരുന്ന പിശാചാണ്. ദുരാത്മാവായുള്ള ബന്ധിച്ചു. ഒബ്സെഷൻ എന്ന് പറയുന്ന പിശാച് മനസ്സിൽ ബന്ധിക്കുന്ന അവസ്ഥയുണ്ടായി. ഇതാണ് പല പരാജയത്തിൻ്റെ കാരണം, ഒബ്സെഷൻ. ഇത് ജഡിക പാപങ്ങളുടെ മേഖലയിൽ വരാം.
ഓക്കെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊന്ന് ആത്മശോധന ചെയ്ത് നോക്കുക. നമ്മളെങ്ങോട്ടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവത്തെ, ദൈവിക പ്രബോധനങ്ങളെ, ദൈവിക സംവിധാനങ്ങളെ, ഒന്നും കൂടിയുണ്ട് ദൈവാനുഗ്രഹങ്ങളെ, എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ കുടുംബം, ഞാൻ ജീവിക്കുന്ന സമൂഹം, സൗന്ദര്യമായിരിക്കാം, കഴിവായിരിക്കാം, നേട്ടമായിരിക്കാം, ടാലൻറ്റ്, ഇതൊക്കെ ദൈവാനുഗ്രഹങ്ങളാണ്. ഇതിനെ നിഷേധിച്ച് അല്ലെങ്കിൽ ഉപേക്ഷിച്ച് അല്ല ദുരുപയോഗിച്ച് ദൈവത്തെ, ദൈവിക വെളിപാടുകളെ, ദൈവാനുഗ്രഹങ്ങളെ, ദൈവിക സംവിധാനങ്ങളെ ഉപേക്ഷിച്ച് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമായി വരുന്ന യോഹന്നാൻ 10:10, നുണയനും നുണയുടെ പിതാവും കൊലപാതകിയുമായ സാത്താനെ, യോഹന്നാൻ 8:44, നുണയനും നുണയുടെ പിതാവ് കൊലപാതകമായ സാത്താനെയും അവൻ്റെ സംവിധാനങ്ങളെയും അവൻ്റെ പ്രബോധനങ്ങളെയും അവൻ്റെ സമ്മാനങ്ങളെ സ്വീകരിക്കുന്നതാണ് പാപം. ഇത് കൂടുതൽ ഞാൻ വിശദീകരിച്ചോളാം അടുത്ത എപ്പിസോഡിൽ. അപ്പം പാപം ദൈവകൃപാ നഷ്ടത്തിന്, ദൈവകൃപാ ചോർച്ചയ്ക്ക് കാരണമാകും. ബഹുമാനപ്പെട്ട മൈക്കിൾ പനച്ചിക്കലച്ചൻ മനോഹരമായിട്ടൊരു വ്യാഖ്യാനം നൽകാറുണ്ട്. പാപം ചെയ്തതുകൊണ്ടല്ല കൃപ നഷ്ടപ്പെട്ടത്, കൃപ നഷ്ടപ്പെട്ടുകൊണ്ട് പാപം ചെയ്തതാണ്. വളരെ മനോഹരമായ ഒരു ദർശനമാണത്. പക്ഷേ അതിനുകൂടെ ഞാനൊന്ന് കൂട്ടിച്ചേർക്കുകയാണ്, എങ്ങനെയാണ് കൃപ നഷ്ടപ്പെട്ടത്? ദൈവം തരാത്തതുകൊണ്ട് എനിക്ക് കിട്ടാതെ പോയതല്ല, ഞാൻ കൃപ നഷ്ടപ്പെടുത്തിയതാണ്. നഷ്ടപ്പെടണമെങ്കിൽ അതിനൊരു കാരണമുണ്ട്. അതെന്താണെന്നറിയോ? ഞാൻ പാപം ചെയ്തു. അപ്പോൾ പാപത്തിലൂടെ എനിക്ക് കൃപ നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അടുത്ത പാപം ചെയ്തു. അങ്ങനെ ഞാനതിന് മനസ്സിലാക്കേണ്ടത്. ഞാനതിനെ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ ഒരു വെളിപാടിൻ്റെ വെളിച്ചം നമുക്ക് വേണം. അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ കൂടുതലായിട്ട് അടുത്ത എപ്പിസോഡുകൾ പഠിക്കും. കർത്താവെ, ആദിമാതാപിതാക്കളുടെ വീഴ്ചയുടെ അടിസ്ഥാന കാരണങ്ങളെക്കുറിച്ചുള്ള ധ്യാനത്തിലൂടെ ഞങ്ങൾ നിൻ്റെ തിരു കൃപ സ്വീകരിക്കാനുള്ള വെളിച്ചത്തിലേക്ക് വരികയായിരുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നന്മകളെ, അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന പാപങ്ങളെ എല്ലാം ഓർത്ത് പശ്ചാത്തപിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ദൈവകൃപാ നിറവിലേക്ക് വളരട്ടെ. ദൈവകൃപയ്ക്ക്, ആ കൃപാ സ്വീകരണത്തിന്, അതിലുള്ള വളർച്ചയ്ക്ക് വിഘാതമാകുന്ന പാപങ്ങളിൽ നിന്ന് എല്ലാവരെയും മോചിപ്പിക്കണമേ. പാപ മനോഭാവങ്ങളിൽ നിന്ന്, ശൈലികളിൽ നിന്ന്, ജീവിത ക്രമീകരണങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.